ഞാൻ ഡോക്ടർ സജാദസ്, പരബ്രഹ്മ ഹോസ്പിറ്റലിലെ സീനിയർ ഓർത്തോപെഡിക് സർജനാണ്. ഇന്ന് പറയാൻ പോകുന്ന ടിപ്പ് സന്ധിവാതങ്ങളിൽ വരുന്ന അസ്ഥികളിൽ വരുന്ന മാറ്റത്തെക്കുറിച്ചാണ്. സന്ധിവാതം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന, പലർക്കും അറിയാം. പലരും ആമവാദം അല്ലെങ്കിൽ രക്തവാതം എന്നൊക്കെ പല പേരുകളിലുണ്ട്. അന്നേരം സന്ധിവാതം ഒരു 100 കാരണങ്ങളാൽ സന്ധികളിൽ വരുന്ന വീക്കമാണ് സന്ധിവാതം അല്ലെങ്കിൽ സന്ധി വീക്കം എന്നൊക്കെ നമ്മൾ പറയുന്നത്. തുടക്ക സമയത്ത് അതൊരു നീര് വരികയും സന്ധി ഉള്ളിൽ ഫ്ലൂയിഡ് കൂടിയിട്ട് സന്ധി വീക്കമായിട്ട് അനുഭവപ്പെടാറുണ്ട്. കാലക്രമേണ അത് ചികിത്സിക്കാതിരിക്കുക അല്ലെങ്കിൽ പല പ്രാവശ്യം അങ്ങനെ വരികയും ചെയ്തു കഴിഞ്ഞാൽ സന്ധികളിൽ എന്താണ് അതിൻ്റെ പുറത്തെ കോട്ടിങ്ങിൽ ചേഞ്ച് വരികയും വ്യത്യാസം വരികയും സന്ധികളിൽ പതിയെ അസ്ഥി പൊടിഞ്ഞ് സന്ധിവാതം അഥവാ നമ്മൾ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ കണക്ക് അതിലേക്ക് മാറാറുണ്ട്. അന്നേരം എല്ലാവർക്കും യൂറിക് ആസിഡ് കൂടിയാൽ പലരും വരാറുണ്ട്. യൂറിക് ആസിഡ് സാധാരണ ഒരു ജോയിൻറ്റിൽ മാത്രമാണ് സാധാരണ എഫക്റ്റ് ചെയ്യുന്നത്. കൂടെ അതിൻ്റെ സന്ധിവീക്കം വരികയാണെങ്കിൽ പതിയെ ജോയിൻറ്റ് നശിച്ചു പോകുന്ന കണക്ക് വരാറുണ്ട്. ആർത്രൈറ്റിസ് ആകാറുണ്ട്. അന്നേരം ആർത്രൈറ്റിസ് വന്നു കഴിഞ്ഞാലുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് ജോയിൻറ്റിനെ വേദന തേയ്മാനം വന്നിട്ട് വരുന്ന കണക്ക് തന്നെയാണ്. അന്നേരം അതിൻ്റെ തേയ്മാനത്തിൻ്റെ കാരണമുള്ള വേദന വരാതിരിക്കാനായിട്ട് ആദ്യം ടാബ്ലറ്റ് കഴിക്കുക, പിന്നെ എന്തെങ്കിലും നമുക്ക് ബെൽറ്റ് പോലോ സപ്പോർട്ട് കിട്ടാൻ പറ്റുന്നതൊക്കെ അതിലും കൂടുതലായിട്ട് നമുക്ക് ഒരു ഡിസബിലിറ്റി അഥവാ നമ്മളുടെ ഉപയോഗം കുറഞ്ഞു വരുന്ന വേദന കാരണം നമുക്ക് നടക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ കൈയുടെ കുഴയ്ക്കാണെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ സർജറികൾ പല രീതിയിലുണ്ടെന്ന്. ഇപ്പം മുട്ടിലാണെങ്കിൽ നമ്മൾ മുട്ട് മാറ്റി വയ്ക്കൽ ചെയ്യുന്നു. ചെറുപ്പമുള്ള ആൾക്കാരിലാണെങ്കിൽ മുട്ട് ജോയിൻറ്റ് തമ്മിൽ ഫ്യൂസ് ചെയ്യും. നമുക്ക് മുട്ട് മടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ജോയിൻറ്റ് മടക്കാനോ നിവർക്കാനോ പറ്റുന്ന അവസ്ഥയല്ല, പക്ഷേ നമ്മുടെ എല്ലാ ഭാരവും എടുത്ത് നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ആ ഒരു പൊസിഷൻ രീതിയിൽ ജോയിൻറ്റ് ഫ്യൂസ് ചെയ്യും. ജോയിൻറ്റ് ഫ്യൂഷൻ സർജറി ആർത്രോഡെസിസ് എന്ന് പറയും. അതാണ് ഒരു സർജറി. പിന്നെ മുട്ട് മാറ്റിവെക്കലോ അല്ലെങ്കിൽ ഒരു സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വഴി നമുക്ക് ജോയിൻറ്റ് അനക്കാൻ പറ്റും, അല്ലെങ്കിൽ മൂവ്മെൻറ്റ് കിട്ടും. പക്ഷേ എല്ലാ വെയിറ്റും നമുക്ക് ഫുൾ ഭാരം വഹിച്ചുള്ള ജോലികൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ഇതിനെല്ലാം ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ സന്ധിവാതം നേരത്തെ ഡിറ്റക്റ്റ് ചെയ്യുക, അത് കണ്ടുപിടിക്കുക, അതിനെ ചികിത്സിക്കുക എന്നുള്ളതാണ്. അന്നേരം ഫിസിഷ്യന്മാരുണ്ട്, റുമറ്റോളജിസ്റ്റ് എന്ന് പറയുന്ന സന്ധിവാതത്തിൻ്റെ സ്പെഷ്യലിസ്റ്റുകളുണ്ട്. ഒരു പരിധി വരെയുള്ള സന്ധിവാതങ്ങൾ ഓർത്തോപെഡിക് സർജന്മാരും ട്രീറ്റ് ചെയ്യാറുണ്ട്. രക്തപരിശോധനകളിലൂടെയും എക്സ്റേകളിലൂടെയും മറ്റും സന്ധിവാതങ്ങളുടെ കാരണം മനസ്സിലാക്കിയും അതിനനുസരിച്ച് മരുന്ന് കഴിക്കുക എന്നുള്ളത്. സ്ഥിരമായി മരുന്ന് കഴിച്ച് സന്ധിവാതം കൺട്രോളിലാവുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ തേയ്മാനത്തിലേക്കും സന്ധിവാതം വന്ന് ജോയിൻറ്റ് വെക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തത്തില്ല. അന്നേരം നേരത്തെ ചികിത്സിക്കുക, സ്ഥിരമായി മരുന്ന് കഴിക്കുക, അതിന് മുടക്കം വരാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സ്ഥിരമായി മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സന്ധിവാതം കാരണം ഉണ്ടാകുന്ന തേയ്മാനവും തുടർന്നുള്ള സർജറികളും ഒഴിവാക്കാൻ പറ്റും. ഇതുപോലുള്ള ടിപ്സിനായി നിങ്ങൾ പരബ്രഹ്മ ഹോസ്പിറ്റലിൻ്റെ പേജ് ഫോളോ ചെയ്യുക.